ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, മനസ്സ് ചൂണ്ടിക്കാണിക്കുന്ന വഴികളിലൂടെയെല്ലാം സഞ്ചരിക്കുന്ന നമ്മൾ ആ മനസ്സിനെ കണിഞ്ഞാണിട്ട് നിയന്ത്രിതമായ രേഖകളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു കാലമാണ് നോമ്പുകാലം. ഈശോയുടെ രക്ഷാകര ദൗത്യത്തെ അനുസ്മരിക്കുന്ന ഈ വലിയ നോമ്പുകാലത്ത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജെറുസലേം സ്ത്രീകളെ കുറിച്ചാണ്. ആരാണ് ഈ ജെറുസലേം സ്ത്രീകൾ? ഈശോയുടെ വാക്കുകൾ കേൾക്കാൻ മലയടിവാരത്ത് ഒത്തുകൂടിയവരാണ്. അപ്പം വർദ്ധിപ്പിച്ച് നൽകിയപ്പോൾ ഭക്ഷിച്ച് തൃപ്തി അടഞ്ഞവരാണ്. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചവരുമാണ്. പക്ഷേ ഇപ്പോഴിതാ അവർക്ക് പ്രത്യാശ പകർന്നവൻ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. ആ കാഴ്ച കണ്ട് സഹിക്കാൻ കഴിയാതെ അവർ വാവിട്ട് കരഞ്ഞു. അവർ കരഞ്ഞതത്രയും ഈശോയെ ഓർത്തിട്ടാണ്. അവിടുത്തെ വേദനയിൽ പങ്കുചേർന്നാണ് കരഞ്ഞത്. ഇത് മനസ്സിലാക്കിയ ഈശോ അവരെ തിരുത്തുകയാണ്. എന്നെ പ്രതി അല്ല നിങ്ങൾ കരയേണ്ടത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. ഈശോ പറഞ്ഞ ഈ വചനം ഓരോ സഭാമക്കളുടെയും മനസ്സിൽ പ്രതിധ്വനി കൊള്ളേണ്ടതാണ്. ഇന്ന് കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് എവിടേക്കെന്നറിയാതെ യാത്ര ചെയ്യുന്ന നമ്മൾ ക്രിസ്തീയ വിശ്വാസ ജീവിതക്രമങ്ങൾ ക്രൂശിലേറ്റപ്പെടാനായി നിന്ദനങ്ങളും പീഡനങ്ങളും ഏറ്റ് തെരുവിലൂടെ നടന്നു നീങ്ങുമ്പോൾ കണ്ണുനീർ വാർക്കുന്നുവെങ്കിൽ ഈശോയെയോ തിരുസഭയെയോ ഓർത്തല്ല കരയേണ്ടത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്തു തന്നെയാണ്. ക്രിസ്തീയ വിശ്വാസം പരമ്പരാഗതമായി ഒരു ജീവിതക്രമം തന്നെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. വാനിനുയർന്നു പറക്കുന്ന പട്ടത്തിന് ചരടെന്ന പോലെ ആ ജീവിതക്രമമാണ് നമ്മളെ നേർവഴിക്ക് നയിക്കുന്നത്. ലോകത്തിന്റെ ആരവങ്ങൾക്കൊപ്പം ചേർന്ന് നമ്മുടെ മക്കൾ തലമറന്ന് എണ്ണ തേക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കുന്നുവെങ്കിൽ ഒരിക്കൽ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കാൻ തയ്യാറായിക്കൊള്ളുക. മക്കൾക്ക് അറിവും ആരോഗ്യവും പകർന്നു നൽകാൻ തിടുക്കം കാണിക്കുന്ന മാതാപിതാക്കൾ അവരുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കാനായി എന്ത് നൽകുന്നുണ്ട് എന്ന് ചിന്തിക്കുക. മക്കളെ ഓർത്ത് വിലപിക്കുന്നവരും മക്കളാൽ തിരസ്കരിക്കപ്പെടുന്നവരുമായ മാതാപിതാക്കളുടെ കണ്ണീരുണങ്ങാത്ത കവിളുകൾ കേരളത്തിന്റെ നേർക്കാഴ്ചയായി മാറുമ്പോൾ എവിടെയാണ് പിഴവുകൾ സംഭവിച്ചതെന്ന് ഒരു നിമിഷം ചിന്തിക്കാൻ മനസ്സാകണം. പ്രിയപ്പെട്ട അമ്മമാരെ, അമ്മക്കിളിയുടെ ചിറകിൻ കീഴിൽ നിന്നും കുഞ്ഞു പുറത്തിറങ്ങുന്നതും കാത്തു നിൽക്കുന്ന കഴുകൻ കണ്ണുകൾ നിങ്ങൾ അവഗണിക്കരുത്. പ്രിയ മക്കളെ, വർണ്ണങ്ങളും വാഗ്ദാനങ്ങളും കൊണ്ട് നിങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, വളർത്താനല്ല കൊല്ലാനാണ് വേടൻ പിടിക്കുന്നതെന്ന്. വരാൻ പോകുന്ന ദുരന്തങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്നുവെങ്കിൽ കുരുക്കിൽ വീണ ശേഷം നിങ്ങൾ പറയും, പർവ്വതങ്ങളെ ഞങ്ങളുടെ മേൽ വീഴുക, കുന്നുകളെ ഞങ്ങളെ മൂടിക്കളയുക എന്ന്. പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. കെണിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല എലി അതിൽ വീഴുന്നത്. അതുകൊണ്ട് കെണികളെ തിരിച്ചറിയാൻ കഴിയുന്നവരായി നമുക്ക് ജീവിക്കാം. ഈ നോമ്പുകാലം വീണ്ടും തളിർക്കാനുള്ള ഇല കൊഴിക്കുന്ന കാലമാണ്. പ്രയോജനരഹിതമായ പഴുത്ത ഇലകൾ എല്ലാം പൊഴിച്ചെറിഞ്ഞ് ഈശോയിൽ വീണ്ടും തളിർക്കാനായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും നമുക്കൊരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.